friends, എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സാനിറ്റൈസർ ഹോൾഡർ ആണ്. അതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സാനിറ്റൈസർ ഹോൾഡർ ചെയ്യുന്നതെന്ന് നോക്കാം. സാനിറ്റൈസർ ഹോൾഡർ നമുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ഇടുക. അതിനുശേഷം 14 ചെയിൻ സ്റ്റിച്ച് ഇടുക. 1 2 3 അങ്ങനെ 14 ചെയിൻ സ്റ്റിച്ച് ഇടുക. ഇപ്പം ഞാൻ 14 ചെയിൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ആദ്യം ചെയ്ത ചെയിനിലേക്ക് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഹുക്കിലേക്ക് ഇറക്കുക, അതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്ത ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു വലിയ സർക്കിൾ കിട്ടും. അതിന് ശേഷം ഒരു ചെയിൻ ഇടുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സർക്കിളിനുള്ളിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. അങ്ങനെ ഈ സർക്കിളിനുള്ളിലേക്ക് മൊത്തം 22 സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇപ്പം നമ്മൾ രണ്ടാമത്തെ ചെയ്യുന്നത് 3, നാലാമത്തേത്, അങ്ങനെ മൊത്തം 22 സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇപ്പം ഞാൻ 22 സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇട്ട സിംഗിൾ ക്രോഷയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. എപ്പോഴും ആദ്യം ഇടുന്ന സിംഗിൾ ക്രോഷയിലേക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചേക്കണം, അപ്പം നമുക്ക് മറന്നു പോയില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ റൗണ്ട് ചെയ്യാം. രണ്ടാമത്തെ റൗണ്ട് ചെയ്യാൻ വേണ്ടി ആദ്യം ഒരു ചെയിൻ ഇടുക. അതിനുശേഷം ആദ്യത്തെ സിംഗിൾ ക്രോഷയിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. അടുത്തതിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ. അങ്ങനെ ഈ മൊത്തം 22 സിംഗിൾ ക്രോഷയിലേക്കും നമ്മൾ ഈ റൗണ്ടും എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വീതമാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് രണ്ടാമത്തെ റൗണ്ടിലും മൊത്തം 22 സിംഗിൾ ക്രോഷേ വരും. നമുക്കിനി മൊത്തം ചെയ്തു. ഇനി നമുക്ക് ആദ്യത്തെ സിംഗിൾ ക്രോഷയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പം നമുക്ക് ഈ റൗണ്ടിലും, അതായത് രണ്ടാമത്തെ റൗണ്ടിലും മൊത്തം 22 സിംഗിൾ ക്രോഷയാണ് ഉള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ റൗണ്ട് ചെയ്യാം. മൂന്നാമത്തെ റൗണ്ടും ഇത് തന്നെയാണ്, അതായത് ചെയിൻ 1 ഇടുക. അതിനുശേഷം ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സാനിറ്റൈസർ ഹോൾഡറിന് എത്രമാത്രം നീളം വേണോ അത്രയും റോസാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ 17 റോസ് വരെ ചെയ്തിട്ടുണ്ട്, എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം. ഇനി നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു 23 ചെയിൻ ഇടുക. 23 ചെയിൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം എനിക്കൊരു ബട്ടൺ ഹോൾഡർ വേണം, അതായത് ബട്ടൺ വെക്കാൻ വേണ്ടി ഒരു ഹോള് വേണം. അതിനുവേണ്ടി ഞാൻ 7 ചെയിൻ കൗണ്ട് ചെയ്യുവാണ്. 7ാമത്തെ ചെയിൻ എത്തിക്കഴിയുമ്പോൾ 7ാമത്തെ ചെയിനിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. 7ാമത്തെ ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് ബട്ടൺ വെക്കാൻ പറ്റുന്ന ഒരു ഹോള് കിട്ടും. ഹോൾ കിട്ടി. ഇനി ചെയ്യേണ്ടത് ബാക്കിയുള്ള താഴോട്ടുള്ള എല്ലാ ചെയിനിലും ഓരോ സ്ലിപ്പ് സ്റ്റിച്ച് വീതം ചെയ്യുക. അടുത്ത ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ടൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ താഴോട്ടുള്ള എല്ലാ ചെയിനിലും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. എല്ലാ ചെയിനിലും ചെയ്തു. അതിനുശേഷം ലാസ്റ്റ് റൗണ്ടിൽ എല്ലാ ചെയിനിലും നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. അതായത് ലാസ്റ്റ് 17 റൗണ്ട് വരെയാണ് ചെയ്തത്. നമ്മളിനി ആ 17ാമത്തെ റൗണ്ടിലും ഓരോ സ്റ്റിച്ചിലും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. മൊത്തം ആദ്യത്തേതിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു, രണ്ടാമത്തേതിലേക്ക് ചെയ്യുക. അങ്ങനെ ചുറ്റും ഈ റൗണ്ട് മൊത്തം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് മൊത്തം 22 സ്ലിപ്പ് സ്റ്റിച്ചും ഉണ്ടാവും. അതിനുശേഷം അത്രേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് കളയും. ചെയിൻ 1 ഇട്ടിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ റൗണ്ട് ഫുള്ളും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പം ഞാൻ ലാസ്റ്റ് റൗണ്ട് ഫുൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുവാണ്. ഇപ്പം മൊത്തം ചെയ്തു. അതിനുശേഷം ഒരു ചെയിൻ 1 ഇട്ടിട്ട് നമ്മുടെ യാൺ കട്ട് ചെയ്യാം. എന്നിട്ട് അതൊന്ന് വലിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് എക്സ്ട്രാ വരുന്ന യാണെല്ലാം കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്കൊരു ബട്ടൺ വെക്കണം. അതിന് മുമ്പേ എക്സ്ട്രാ ഉള്ള യാണെല്ലാം തയ്ച്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. ഇനിയും നമുക്ക് ബട്ടൺ വെക്കണം. ഞാനിവിടെ ഒരു ചെറിയ ബട്ടണാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തപ്പോഴത്തേനും 7ാമത്തെ ചെയിനിലാണ് ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തത്. നിങ്ങളുടെ ബട്ടൺസിനനുസരിച്ച് ബട്ടൺ വലുതാണെങ്കിൽ 7ാമത്തെ അല്ല 8ഓ 9ഓ അങ്ങനെ ചെയിൻ എടുത്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇനി ചെറുതാണെങ്കിൽ 3ഓ 4ഓ ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്താൽ മതി. ബട്ടൺസിനനുസരിച്ച് ആ ഹോള് ഇടുക.
ഇനി ആ ബട്ടൺസ് സൈഡിലേക്ക് ഒന്ന് തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് സാധാരണ നമ്മൾ തയ്ച്ച് വെക്കുന്ന പോലെ തന്നെയാണ് തയ്ച്ച് വെക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തയ്ച്ച് വെച്ചിട്ട് ബാക്കിയുള്ള നൂല് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് സാനിറ്റൈസർ ഹോൾഡർ കിട്ടും. ഇപ്പോൾ വളരെ ഈസിയാണ്. സാനിറ്റൈസർ ഹോൾഡർ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഈസിയാണ്. ആകെ ചെയിനും നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ചും പിന്നെ ആകെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് മാത്രമാണ് നമ്മൾ ഈ സാനിറ്റൈസർ ഹോൾഡർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ബാഗിലൊക്കെ ഈ ബട്ടൺസ് മാറ്റിയിട്ട് ബാഗിലൊക്കെ തൂക്കിയിടാൻ പറ്റും. നമുക്ക് ഈ ഹോൾഡറിലേക്ക് സാനിറ്റൈസർ ഒന്ന് വെച്ച് നോക്കാം. എൻ്റെ ഈ ഒരു സാനിറ്റൈസറിന് പറ്റിയ ലെങ്താണ് ഞാൻ 17 റോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 17 റോ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടേത് ചെറുതാണെങ്കിൽ കുറച്ച് റോസ് ചെയ്യുക, വലുതാണെങ്കിൽ 17 കൂടുതൽ റോസ് ചെയ്യുക. ആ ഒരു വ്യത്യാസം മാത്രം വരുത്തിയാൽ മതി. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള സാനിറ്റൈസർ ഹോൾഡർ ചെയ്യാൻ പറ്റും. എല്ലാവരും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ബാഗിലൊക്കെ ഇപ്പോൾ നല്ലതായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ ഇത്. എപ്പോഴും സാനിറ്റൈസർ നമ്മൾ കൊണ്ടുപോയി നടക്കുന്നതല്ലേ. അപ്പോൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ബട്ടൺസ് മാറ്റിയിട്ട് നമുക്ക് ബാഗിലൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കുക. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4mm ക്രോഷേ ഹുക്കും അതുപോലെ തന്നെ കോട്ടൺ യാണും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യാണും ഇഷ്ടമുള്ള ഹുക്കും എല്ലാം യൂസ് ചെയ്യാം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.